ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് MTSന്റെ ബുക്സിനെ കുറിച്ചിട്ട് പറയാനാണ്. നിങ്ങൾ എല്ലാ പേരും കമൻറ്റ് സെക്ഷനിൽ ചോദിച്ച ഒരു കാര്യമാണ് MTSന് ഏതൊക്കെ ബുക്സ് നോക്കി പഠിക്കണം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഹൗ ടു ക്രാക്ക് MTS ഈസിലി, എങ്ങനെ ഈസി ആയിട്ട് MTS ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഈ ഈസി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചു 8000 വാക്കൻസിയേ ഉള്ളൂ, MTS ഇത്ര ഈസി ഒന്നും അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നമ്മൾ എത്ര എക്സാമിനേഷൻ എഴുതിയാലും ഈസി എന്ന് ഒരിക്കലും നമുക്ക് എന്താ അങ്ങനെ നിർണ്ണയിക്കാൻ പറ്റത്തില്ല. ഈസിയാണ് എക്സാമിനേഷൻ. 10th ലെവലിൻ്റെ ബേസ് വെച്ച് നോക്കുമ്പോൾ എക്സാമിനേഷൻ പൊതുവേ ബാക്കി എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഈസിയാണ്, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അല്ലാണ്ട് MTS ഉടനെ കിട്ടും എന്നുള്ള രീതിയിലാണ്. നമ്മുടെ എഫേർട്ടാണ്, നമ്മൾ എത്രത്തോളം എഫേർട്ട് അതിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എങ്ങനെയാണ്, നമ്മുടെ ഹാർഡ് വർക്ക് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടാണ് നമുക്ക് ഏതൊരു എക്സാമിനേഷനും ക്വാളിഫൈ ആകാൻ പറ്റുന്നത്. ഒരുപാട് പേര് ഒരു വർഷം കൊണ്ട് എന്താണ് എക്സാം ക്വാളിഫൈ ആവുന്നവരുണ്ട്, 2 വർഷം എടുത്ത് ക്വാളിഫൈ ആവുന്നവരുണ്ട്, 3 വർഷം എടുത്ത് ക്വാളിഫൈ ആവുന്നവരുണ്ട്, ഇനി അതിൽ കൂടുതൽ വർഷം എടുത്ത് ക്വാളിഫൈ ആവുന്നവരുണ്ട്. അതെന്ന് പറഞ്ഞാൽ എത്രത്തോളം എഫേർട്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് അതിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിനെല്ലാം ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ലക്കാണ്. ആ ലക്കും കൂടെ അതിനനുസരിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ, അത് സത്യമാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു 0.5% എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലാണ്, നമ്മുടെ എഫേർട്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെ നന്നായിട്ട് പഠിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏതൊരു എക്സാമിനേഷൻ അത് ഈസി ടു ഹാർഡ് ലെവലിൽ നിന്നാലും നമ്മുടെ എഫേർട്ട് എത്രത്തോളം നമ്മൾ കൊടുക്കുന്നോ അത്രത്തോളം ഈസി ആയിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതായത് ഇന്ന് ഇപ്പം ഈ ഒരു എക്സാമിനേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത് എഴുതാൻ പോകുന്ന മറ്റൊരു എക്സാമിനേഷൻ എന്തായാലും കിട്ടും. ആസ് എ ടീച്ചർ എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്തേ പറയാൻ പറ്റുള്ളൂ, പോസിറ്റീവ്ലി നിങ്ങൾ എനിക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എനിക്ക് അവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആസ് എ ടീച്ചർ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നെഗറ്റീവ് കമൻസ് പറയുന്നവർ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ എഫേർട്ടും കൂടെയാണ് അതിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. എത്ര എക്സാം എഴുതിയാലും വാക്കൻസീസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ അത്രത്തോളം ആൾക്കാർ എഴുതുമ്പോൾ നിങ്ങളും അതിൽ ഒരാളായിട്ട് എഴുതുമ്പോൾ നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നു എന്നുള്ളൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ഡ്രീമിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ്. ഓക്കെ, അതുകൊണ്ട് ഡൂ ചെയ്യുക എന്നുള്ളൊരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നാൽ മാത്രമേ ഏതൊരു എക്സാമും കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ഗൈഡൻസ് തരിക എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യനായ MTS ബുക്സ്, ഏതൊക്കെ MTS ബുക്സ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഏതൊക്കെ ബുക്ക് നോക്കി എങ്ങനെ പഠിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം അതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും പറയാണ് നമ്മുടെ മേജർ ഫോക്കസ് വരുന്നത്. നിങ്ങളെല്ലാവരും കുറേ പേര് പറഞ്ഞു മേജർ ഫോക്കസ് എന്താണ്, ഇംഗ്ലീഷ് GK സെക്ഷനിങ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് GK അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ, ഇംഗ്ലീഷും GK ഒക്കെ പാടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതെന്തായാലും ആ ഇംഗ്ലീഷ് GK എന്ന് പറഞ്ഞൊരു പേടി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് വരുന്നവരാണ്, നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാം, ഇതൊക്കെ എന്താണ് എല്ലാവരും പഠിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ശരി തന്നെയാണ്, നമ്മുടെ മലയാളം ലാംഗ്വേജ് ആയതുകൊണ്ട് സ്റ്റിൽ നമുക്ക് എന്താണ് ഇംഗ്ലീഷ് കുറച്ച് പാടായിട്ട് തോന്നാം. ബട്ട് എത്രയോ പേരുണ്ട് സീരീസ് ഒക്കെ കാണുന്നവർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് വാച്ച് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങളിൽ? അപ്പോൾ എല്ലാം ചെയ്യുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് വേർഡ്സിൻ്റെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് കുറച്ചൊന്ന് എക്സാം ഓറിയൻറ്റഡ് ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തുകൂടെ? അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു കംപ്ലീറ്റ് അവയർനെസ് തന്നെയാണ് ഞാൻ തരാൻ വരുന്നത്. അപ്പോൾ അതിലെന്താണ് മേജർ ഫോക്കസ് എപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ ഡിസൈഡിങ് മാർക്ക് എന്ന് പറഞ്ഞാൽ 270 മാർക്ക്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 270-ന് 150 മാർക്ക് ഇവിടെ നിന്ന് വരുന്നെങ്കിലും, അതായത് നമ്മുടെ സെക്കൻഡ് സെക്ഷനായ GKയും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് വരുന്നെങ്കിലും മേജർ മാർക്ക്, അതായത് ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്താലേ കാര്യമുള്ളൂ. കാരണം മറ്റടുത്ത് എനിക്കറിയത്തില്ല എത്രയാണ് ക്വാളിഫയിങ് മാർക്സ്, സെഷൻ 1-ൽ എത്രയാണ് ക്വാളിഫയിങ് എന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ എന്താണ് ഓരോ സമയം ഇങ്ങനെ മാറി വരും. ചിലപ്പോൾ 40 ആയിരിക്കാം, 30 ആയിരിക്കാം. അപ്പോൾ അത്ര മാർക്കേ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടത്തുള്ളൂ. ബാക്കി നിങ്ങൾ മേടിക്കേണ്ടത് സെഷൻ 2-ൽ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മേജർ ഫോക്കസ് വരേണ്ടത്
ഇംഗ്ലീഷ് ജി കെയിലാണ്. സ്റ്റാറ്റിക് ആൻഡ് കറണ്ട് അഫേഴ്സ് ജി കെയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജി കെയുടെ ഒരു പ്രത്യേക പോർഷൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്തു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ അത് ചെയ്തു തരുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റിക് പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെസ്റ്റിവൽസ്, ഡാൻസ്, അവാർഡ്സ്, അങ്ങനത്തെ നമ്മുടെ റിസെൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ കേട്ടോ. സ്റ്റാറ്റിക് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ കറണ്ട് അഫേഴ്സ്. ഈ കറണ്ട് അഫേഴ്സ് ജി കെ എന്ന് പറഞ്ഞൊരു പോർഷൻ നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സോടെ നമ്മൾ പോയില്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യും, എപ്പോഴായാലും പണി കിട്ടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, യൂട്യൂബിൽ ഒക്കെ എന്ത് ചെയ്യുക, ന്യൂസൊക്കെ കണ്ട് പോകാനും കൂടെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളൊരു ഒരു മാസത്തെ കറണ്ട് അഫേഴ്സ് സെപ്പറേറ്റ്ലി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നമ്മുടെ മിനിമം ഫോക്കസ് എവിടെയായിരിക്കണം? മാത്സും റീസണിങ്ങും. മാത്സും റീസണിങ്ങിൽ നമുക്ക് എന്ത് മതി, ക്വാളിഫയിങ് മാർക്സ് മതി. അതൊരു ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷനിലൂടെ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. എക്സാം വരുന്നതിൻ്റെ ഒരു മാസം മുമ്പ് വല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു മാത്സും ഓക്കെ മാത്സും റീസണിങ് നിങ്ങളപ്പോൾ എന്ത് ചെയ്താൽ മതി, മിനിമം ഫോക്കസോടെ എക്സാമിന് മുമ്പായിട്ട്, അതായത് എക്സാം ഇപ്പോൾ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത് ഒക്ടോബർ നവംബർ ആണ്. നമ്മളിപ്പോൾ ഈ ഒരു റിസൾട്ട് ഷെഡ്യൂൾ വെച്ചിട്ട് ഒക്ടോബർ നവംബർ ആണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഓക്കെ, മാത്സും റീസണിങ് അപ്പം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ മേജർ ഫോക്കസ് ഇംഗ്ലീഷ് ജി കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ഫോക്കസ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. അതിന് മുമ്പേ ആയിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഡെയിലി നിങ്ങൾ ചെയ്തു പോകേണ്ട, ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളത് പറയേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫോക്കസ് ചെയ്ത് തുടങ്ങണം. അതായത് ഇംഗ്ലീഷ് ആദ്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എങ്ങനെ അത് തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ അത് ഫോളോ അപ്പ് ചെയ്ത് വരണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി വൊക്കാബ് സെക്ഷൻസ് മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കുറേ വേർഡ്സ് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷനോ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്സോ നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ, അതിൻ്റെ സ്പെല്ലിങ് പോലും അറിയാത്തവരാണെങ്കിൽ ഡെയിലി വൊക്കാബ് സെക്ഷൻ ചെയ്യണം. ഞാൻ കഴിഞ്ഞ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോയിലും പറഞ്ഞു, നമ്മൾ ഡെയിലി എന്ത് ചെയ്യണം, ഒരു 10 വേർഡ്സ് വെച്ച് പഠിച്ചാൽ മതി. ഒരു 10 വേർഡ്സ് വെച്ച് ഡെയിലി എന്ത് ചെയ്യുക, എല്ലാം പഠിക്കണം. സിനോണിയംസ്, ആൻറ്റോണിയംസ്, പുതിയ പുതിയ വേർഡ്സ് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം എയിൽ തുടങ്ങുന്ന വേർഡ്സ് കുറച്ച് ദിവസം പഠിക്കുക, എന്നിട്ട് ബോറടിക്കുമ്പോൾ ബിയിൽ തുടങ്ങുന്നതെന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ പുതിയ പുതിയ വേർഡ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു എന്താണ്, ഒരു എക്സൈറ്റ്മെൻറ്റ് കാണും. അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തരത്തിലുള്ള വേർഡ്സുകൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഡെയിലി വൊക്കാബ് സെക്ഷൻസ് നോക്കണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ റീഡിങ്. ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ വീട്ടിൽ വരുത്താൻ പറ്റാത്തവരാണെങ്കിൽ ഓൺലൈനിൽ തന്നെ, അതായത് നമ്മുടെ ഗൂഗിളിലൊക്കെ അടിക്കുമ്പോൾ തന്നെ ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പേഴ്സ് കിട്ടും. ഓക്കെ, അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് റീഡ് ചെയ്യുക. അതിൽ റീഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫുൾ ന്യൂസ് പേപ്പറും റീഡ് ചെയ്യണമെന്നല്ല, ഒരു 15 മിനിറ്റ് കൊടുത്ത് അതിൻ്റെ എഡിറ്റോറിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ പേജിലുള്ള ആ ഒരു ആർട്ടിക്കിളോ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ന്യൂസ് വായിച്ചാൽ മതി. എന്നിട്ട് ആ ന്യൂസ് വായിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അറിയാത്ത വേർഡ്സ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ വേർഡ്സ് എഴുതി വെച്ച് പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. ഒരു 15 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ വായിക്കുന്ന ഒരു ചെറിയൊരു പാരഗ്രാഫ് ആയാൽ പോലും അതിലെന്തെങ്കിലും പുതിയ വേർഡ്സ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത വേർഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയും കാര്യമാണ് നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട. ന്യൂസ് പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്നീ ന്യൂസ് പേപ്പർ നമ്മൾ വരുത്തുക. ഹിന്ദു ന്യൂസ് പേപ്പറാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഒന്നീ അത് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈനിൽ ഏതെങ്കിലും ന്യൂസ് റീഡിങ്സ് എടുത്ത് വായിക്കുക. ഓക്കെ, ന്യൂസ് റീഡിങ്സ് നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കണം. വായിച്ച് നല്ലപോലെ തന്നെ വായിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ അതിൽ തന്നെ സിനോണിംസ്, ഇങ്ങനത്തെ ഒരു പ്രധാന പുതിയ വേർഡാണെന്ന് തോന്നുന്ന സാധനങ്ങൾ എഴുതി വെച്ചിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ ഒരു ബുക്ക് എന്തിനു നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക, ഒരു ഹിന്ദു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ബുക്ക് എന്ന് പറഞ്ഞ് തന്നെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, അതിൽ എന്ത് ചെയ്യുക, പുതിയ കണ്ടുപിടിക്കുന്ന വേർഡ്സ് നിങ്ങൾ ഫൈൻഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ഒരു ട്വൈസ് എ ഡേ എന്ന് പറഞ്ഞ രീതിയിൽ അത് എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് സ്പെൻഡ് 30 മിനിറ്റ്സ് ഫോർ ഷോർട്ട് സ്റ്റോറീസ്. ചെറിയ കുഞ്ഞു കഥകളുണ്ടല്ലോ, ഷോർട്ട് സ്റ്റോറീസ്. ഇപ്പം നമ്മൾ മോറൽ സ്റ്റോറീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്റ്റോറീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ചാൽ, ഒരു ഇംഗ്ലീഷ് ബുക്ക് വാങ്ങിച്ച് അതിൻ്റെ ഓരോ ഷോർട്ട് സ്റ്റോറീസിൻ്റെ ബുക്സുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബുക്സൊക്കെ വായിച്ച് കുറച്ച് വിലക്കൊക്കെ കിട്ടുന്ന ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി എടുക്കാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉള്ള ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റർ വീതം ഡെയിലി എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു 30 മിനിറ്റ് എടുത്ത്, അല്ലെങ്കിൽ 30 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിലും സ്പെൻഡ് ചെയ്ത്
ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കുഞ്ഞു കുഞ്ഞു കഥകൾ വായിച്ചു തുടങ്ങുക. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കഥകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്തിനോടൊരു അട്രാക്ഷൻ തോന്നും, നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ ഒരു അട്രാക്ഷൻ ആവും. പിന്നെ അത് നിങ്ങൾക്ക് ആ ഒരു ഡെയിലി റീഡിങ് ഹാബിറ്റ് ആക്കി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വലിയ വലിയ സ്റ്റോറീസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോവൽസ്, ബുക്സ് ഒക്കെ വായിക്കാൻ, ഒരു മാഗസീൻസ് ഒക്കെ വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. ഒന്നീ നിങ്ങൾ മാഗസീൻസ് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ വായിക്കാൻ ശ്രമിക്കുക. അത് മെയിനായിട്ട് ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്ത ബുക്സ് വായിക്കാൻ നിങ്ങൾ കുറച്ചും കൂടെ ശ്രമിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കോംപ്രഹെൻഷൻ കിട്ടാനാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു കഥ വായിച്ചാൽ മനസ്സിലാവുമോ, അതുകൊണ്ടാണ് ഷോർട്ട് സ്റ്റോറി തന്നെ പറഞ്ഞത്. ആ കഥയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തീരെ ബേസ് ഇല്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ, ഇംഗ്ലീഷിൽ പറ്റുന്നില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ മോറൽ സ്റ്റോറീസ് ഉണ്ടല്ലോ, ടെയിൽസ്, പണ്ടത്തേക്ക് കുറുക്കൻ്റെയും അങ്ങനത്തെയൊക്കെ കഥകളുണ്ടല്ലോ, അനിമൽ റിലേറ്റഡ് നമ്മൾ പറയുമല്ലോ ഫാബിൾ എന്നൊക്കെ പറയുന്ന സംഭവം, അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോറലും കിട്ടും, അല്ലെങ്കിൽ അതിൽ നിന്നൊരു മോട്ടിവേഷൻ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം, നമുക്ക് ഒരു ഫണ്ണി ആയിട്ടുള്ള എലമെൻസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വേണം. അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് വായിക്കുകയോ അല്ലെങ്കിൽ വലിയ വലിയ ബുക്സ് വായിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കോംപ്രഹെൻഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കാൻ ശ്രദ്ധിക്കുക, ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രദ്ധിക്കുക. അത് ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ എഡിറ്റോറിയൽ പേജ് മാത്രം, ഒരു ചെറിയൊരു പാരഗ്രാഫ് മാത്രം നിങ്ങൾ വായിച്ചാലും മതിയാവും. ഓക്കെ, ഡെയിലി അതൊരു ഹാബിറ്റേറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതൊരു ശീലമായിട്ട് മാറാൻ വേണ്ടിയാണ് പറയുന്നത്. ഇനി അടുത്തെന്താ, വാച്ചിങ് ഇംഗ്ലീഷ് മൂവീസ്. തീരെ ഇതൊന്നും പറ്റാത്തവർ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് മൂവീസ് ഒന്നും കാണാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ നിങ്ങൾ സബ് ടൈറ്റിൽസ് നോക്കാണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിനെ ജസ്റ്റ് ഒന്ന് കോൺവെർസേഷൻ മോഡ് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് ആ വേർഡ് അവിടെ യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, സബ് ടൈറ്റിൽസ് ഇട്ടിരുന്നാലും കുഴപ്പമില്ല, അവർ പറയുന്ന വേർഡ് ക്യാപ്ചർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. കേട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ലിസണിങ് എന്ന് പറഞ്ഞൊരു സ്കില്ല് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ഒരാളായാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ഡെപ്തിൽ അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ഇംഗ്ലീഷ് നല്ലപോലെ അറിയുന്നവരായിരിക്കും നിങ്ങളിൽ എല്ലാ പേരും. ഇംഗ്ലീഷൊക്കെ സീരീസ് കാണുന്നവരാണ്, നെറ്റ്ഫ്ലിക്സ് എടുത്തിട്ട് സീരീസ് കാണുന്നവർ കാണും, ആമസോൺ പ്രൈം എടുത്തൊക്കെ എല്ലാം കാണുന്നവരല്ലേ, പല ഫിക്ഷണൽ മൂവീസ് അങ്ങനെയൊക്കെ കാണുന്ന ഒരുപാട് പേര് കാണും. ബട്ട് അതെന്ത് ചെയ്യുക, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആ കോൺവെർസേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ പോഡ്കാസ്റ്റ് പോലെയുള്ള സമയം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോഡ്കാസ്റ്റുകൾ കിട്ടും, ഓരോ ടോപ്പിക്സിനെ പറ്റി അവർ സംസാരിക്കുന്ന പോഡ്കാസ്റ്റുകൾ. അത് കോൺവെർസേഷൻ മോഡിൽ തന്നെ കേൾക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒരാൾ സ്പീഡിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു പോകുന്ന അങ്ങനെ കേട്ടിട്ട് കാര്യമല്ല. കോൺവെർസേഷൻ പതുക്കെ നിർത്തി സംസാരിക്കുന്നത് കേട്ട് പഠിക്കുക. ആദ്യമൊക്കെ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ നോർമലി നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ഇന്ത്യൻസ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ചില പോഡ്കാസ്റ്റുകൾ കിട്ടും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, നമ്മുടെ ഈ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന, അങ്ങനെയൊക്കെ പുറത്തു പോയൊക്കെ സംസാരിക്കുന്ന അങ്ങനത്തെയൊക്കെ പോഡ്കാസ്റ്റുകൾ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ആ കാര്യം ശ്രദ്ധിക്കുക. ന്യൂസ് പറയുന്നത് ശ്രദ്ധിക്കുക. അവരുടെയൊക്കെ ന്യൂസിൻ്റെ ആ ഒരു വേ ഉണ്ടല്ലോ, അവർ പതുക്കെ നിർത്തി ആയിരിക്കുമല്ലേ സംസാരിക്കുക. അപ്പോൾ അങ്ങനെ നിർത്തി പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. അതിൽ നിന്നൊക്കെ പുതിയ വേർഡ്സ് കിട്ടണമെങ്കിൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വേർഡ്സ് ആണ് നിങ്ങളുടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന് പറഞ്ഞ ഒരു സംഭവം നിങ്ങൾ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറേ വേർഡ്സ് ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിനെ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടാൻ തുടങ്ങണം. ഇംഗ്ലീഷിനെ ചുമ്മാ വേസ്റ്റ് കണക്കിന് പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേർഡ്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് വെച്ച് ഇങ്ങനെ ഒരു കാര്യം കൂടെ ബേസിക്കലി നിങ്ങൾ സെറ്റ് ചെയ്ത് പോയാൽ ഏതൊരു എക്സാമിനേഷൻ ആയിക്കോട്ടെ, എന്ത് എക്സാമിനേഷൻ, റെയിൽവേ അല്ല, നമ്മൾ പറയുന്ന ബാക്കി SSCയുടെ എല്ലാ എക്സാമിനേഷനും കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഈസി വേ ആണ് അതെന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പെട്ടെന്ന് ക്രാക്ക്, കാരണം 25 എന്ന് പറഞ്ഞൊരു മാർക്സിൽ നമുക്ക് 20 എബോവ് വാങ്ങിക്കാൻ പറ്റുന്ന, 20 എബോവ് അല്ല, ശരിക്കും പറഞ്ഞാൽ 23, 24 മാർക്സ് വരെ വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. പക്ഷെ അത് പലരും മിസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്, തെറ്റുമോ എന്ന പേടി വരുന്ന എന്തുകൊണ്ടാണ്, ഈ കോൺവെർസേഷൻ്റെ മീനിങ് കറക്റ്റ്ലി കണ്ടന്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യം. എന്തായാലും ഇംഗ്ലീഷ് നിങ്ങളുടെ റിയൽ ലൈഫിലാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഇൻ്റർവ്യൂ ബോർഡിൽ ചെന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതിപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒരു പാറ്റേൺ അനുസരിച്ച് ഫോളോ ചെയ്ത് പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ബേസിക്കലി നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യം ഒന്ന് ശ്രദ്ധിക്കുക.
ഡെയിലി വൊക്കാബ്, ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 30 മിനിറ്റെങ്കിലും ഷോർട്ട് സ്റ്റോറീസ് വായിക്കാൻ പഠിക്കുക. ഷോർട്ട് സ്റ്റോറീസ് ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനിൽ പല പല ഇങ്ങനത്തെ ഷോർട്ട് സ്റ്റോറി ആപ്പുകളുണ്ട് പ്ലേ സ്റ്റോറിലുണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്ത് പുതിയ പുതിയ ഷോർട്ട് സ്റ്റോറീസ് വായിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ കുറേ അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ ഇംഗ്ലീഷ് എഡിറ്റോറിയൽ പേജസ് നിങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഓരോ ആർട്ടിക്കിൾസ് എടുത്ത് വായിക്കുക. ഓരോരോ ഇപ്പോൾ എൻവയോൺമെൻറ്റ് ഡേയിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾ വായിക്കുക. എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ടെററിസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഗ്ലോബലൈസേഷൻ പോലുള്ള എന്തെങ്കിലും ഒരു ചാപ്റ്റർ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ അതുപോലെ തന്നെ വാച്ചിങ് ഇംഗ്ലീഷ് മൂവീസ് അല്ലെങ്കിൽ ന്യൂസ്, അതുപോലെ തന്നെ കോൺവെർസേഷൻ പോഡ്കാസ്റ്റ് ഒക്കെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഉള്ള ബുക്സ് ആണ് നമുക്ക് മെയിനായിട്ട് പറയേണ്ടത്. കാരണം നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് ബുക്ക് തന്നെ മതി. കാരണം നിങ്ങൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ്ഡ് ആയി, നിങ്ങൾക്ക് ഇനി ബുക്കാണ് അറിയേണ്ടതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ബുക്സ് തന്നെയാണ്. ഒരു ഡീറ്റെയിലിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ, വൊക്കാബ് സെക്ഷനാണ് നമ്മുടെ ഏറ്റവും മേജർ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു മേജർ പാർട്ടി എന്ന് വരുന്നത് വൊക്കാബ് സെക്ഷനാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി, നമ്മുടെ ബ്ലാക്ക് ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ ബ്ലാക്ക് ബുക്ക് ആ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്ന സാധനം, അതെന്ത് ചെയ്യുക, ആ ഒരു ബുക്ക് വാങ്ങിച്ച് പഠിക്കുക. എല്ലാ എക്സാമിനേഷനും ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നവർ ചെയ്യുന്ന കാര്യമാണ്. വൊക്കാബ് സെക്ഷന് ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് വൊക്കാബ് സെക്ഷനാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ വൊക്കാബ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, 10 വീതം ഡെയിലി പഠിക്കണമെന്ന് പറഞ്ഞ സാധനം. ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സിനോണിയംസ്, ആന്റോണിയംസ്, സ്പെല്ലിങ്, അതുപോലെ കണ്ടോ ഇതിൽ ഫ്രേസൽ വെബ്സ് പറയുന്നുണ്ട്, റൂട്ട് വേർഡ്സ് പ്രാക്ടീസ് സെറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ബുക്ക് വാങ്ങിച്ച് പഠിച്ചാൽ നിങ്ങൾ വൊക്കാബുലറിയിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു 90% സെറ്റ് ആവാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ബ്ലാക്ക് ബുക്ക് വാങ്ങിച്ചിട്ട്, അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ SSC, റെയിൽവേ, ഡിഫൻസ് അങ്ങനത്തെ എല്ലാ എക്സാമിനും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എഡിഷൻ എപ്പോഴും ശ്രദ്ധിക്കുക, ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറയുന്ന ബുക്സ് ഒക്കെ എന്താണ്, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞതും, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഇത്രയും നാൾ ഈ ഫീൽഡിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതുമായിട്ടുള്ള ബുക്സാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്തോളൂ, അതിലൊന്നും ഒരു തെറ്റ് പറയുന്നില്ല. ബട്ട് നമ്മൾ പേഴ്സണലി നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്, കാരണം കുട്ടികൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ബുക്കാണ് വൊക്കാബ്സിന് നല്ല പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാ സെറ്റും ഉണ്ട്. അത് ഇംഗ്ലീഷ് വേർഷൻ തന്നെ വാങ്ങിക്കണം, ഹിന്ദിയും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷ് വേർഷൻ തന്നെ വാങ്ങിക്കണം, എഡിഷനും ശ്രദ്ധിച്ച് പഠിച്ചോണം. ഇനി ഗ്രാമർ പോർഷൻ, ഞാൻ പറഞ്ഞില്ലേ ഡെയിലി വൊക്കാബ് സെക്ഷനാണ് ചെയ്യേണ്ടത്, പക്ഷേ വീക്ക്ലി ഗ്രാമറും കൂടെ പഠിക്കണം. ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സ്പോട്ട് ദ എറർ, അതുപോലെ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, ടെൻസുകൾ ചോദിക്കാറുണ്ട്, ആക്റ്റീവ് പാസീവ് വോയിസസ് ചോദിക്കാറുണ്ട്. ഇതെല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തറിയണം, ഗ്രാമർ അറിയണം, ഗ്രമാറ്റിക്കൽ പാർട്ട് അറിയണം. അപ്പം ഇങ്ങനത്തെ ഗ്രാമറിൻ്റെ ബുക്ക് നിങ്ങൾ ഏതാണെന്ന് നോക്കി നടക്കുവാണെങ്കിൽ, അതായത് ഗ്രാമറിൻ്റെ ഫോക്കസ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നീതു സിംഗിൻ്റെ ബുക്കാണ് കേട്ടോ. ഇത് നീതു സിംഗിൻ്റെ ബുക്കാണ്. നീതു സിംഗ്, ഹിന്ദിക്കാരിയായ നീതു സിംഗ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷിൻ്റെ മിസ്സാണ്. ആ മിസ്സിൻ്റെ ബുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് ഈ ഒരു ബുക്ക്. ഫസ്റ്റ് ചോയ്സ് ഫോർ സ്റ്റുഡൻറ്റ് ഫോർ ലാസ്റ്റ് 11 ഇയേഴ്സിലുള്ള ബുക്കാണ്. അപ്ഡേറ്റഡ് വോളിയം തന്നെ വാങ്ങിക്കുക, വോളിയം ഫസ്റ്റ് തന്നെ വാങ്ങിക്കുക. പിന്നെ എന്താണ്, അതിലെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മേടിക്കാൻ ശ്രമിക്കുക. അതായത് ഇംഗ്ലീഷ് വേർഷൻ വാങ്ങിക്കുക, കാരണം പുള്ളിക്കാരിയുടെയും ഹിന്ദി വേർഷനാണ് ഉള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ടു ഹിന്ദി വേർഷൻ അത് വേണ്ട, കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മീഡിയം എന്നുള്ള രീതിയിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്ക് വാങ്ങിക്കുന്നവരാണെങ്കിൽ ബുക്ക് വാങ്ങിച്ച് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് ഫോർ ജനറൽ കോമ്പറ്റീറ്റേഴ്സ്, നീതു സിംഗിൻ്റെ ബുക്കാണ്. ഗ്രമാറ്റിക്കൽ എല്ലാ കാര്യങ്ങളും, റൂൾസ് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാലോ 101 റൂൾസ് ഉണ്ട്, അത് ഉൾപ്പെടെ എന്താണ് കൃത്യമായിട്ട് നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് വിത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രമാറ്റിക്കൽ പാർട്ടിൽ, അതായത് ടെൻസ്, പ്രിപ്പോസിഷൻസ്, കൺജക്ഷൻസ്, പിന്നെ നമ്മുടെ ഏതുണ്ടല്ലോ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് വാങ്ങിച്ച് പഠിച്ചാൽ നിങ്ങളുടെ ഗ്രാമറും കൂടെ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആകുമെന്നുള്ളത് പറയണേ. അപ്പോൾ ഡെയിലി വൊക്കാബ് സെക്ഷനും വീക്ക്ലി എന്തും കൂടെ ചെയ്യുക, ഗ്രമാറ്റിക്കൽ പാർട്ടും കൂടെ ഒരു ടോപ്പിക് എടുക്കുക, അത് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തെന്താ, SSC ഇംഗ്ലീഷിന്. ഇനി ഈ 2 ബുക്സും എന്താണ്,
നമുക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയുള്ളതാണ്, വൊക്കാബിനും ഗ്രാമറിനും. ഇതല്ല PYQ സെക്ഷൻ മാത്രം മതി, ചാപ്റ്റർ വൈസ് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നോക്കുന്നവരെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുന്നത് പിനാക്കിളാണ്. എല്ലാ ബുക്സിനും നമ്മൾ റെഫർ ചെയ്യുന്നത്. കാരണം പിനാക്കിൾ എന്ന് പറയുമ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ അതിലുണ്ട്, അത് നോക്കി പഠിക്കണം. പക്ഷെ നമ്മൾ പ്രോപ്പർലി എന്താണ് ഒരു നല്ല ചാപ്റ്റർ വൈസ് ഇത്രയും വർഷത്തെ ഒരു MCQ മോഡലിൽ നമുക്ക് ക്വസ്റ്റ്യൻ PYQ സെക്ഷൻസ് ഉള്ളത്, MCQ മോഡലിലുള്ളത് ഈ പിനാക്കിളിന്റെ എഡീഷൻ ആണ്. ഇപ്പൊ 6th എഡീഷൻ ഇറങ്ങിയിട്ടുണ്ട്, പുതിയ എഡീഷൻ തന്നെ നോക്കി വാങ്ങിക്കുക. ഓക്കെ, 6th എഡീഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കൂടെ കാണും. അപ്പോൾ അതെന്താണ് എല്ലാ എക്സാമിനും നല്ലതാണ്. SSC MTS, SSC CGL ഉൾപ്പെടെയുള്ള എല്ലാ എക്സാമിനും ഈ പറയുന്ന ബുക്സ് എല്ലാം ഇംഗ്ലീഷ് ഇപ്പം നമ്മൾ SSC CGL ലെവൽ വരെയുള്ള എല്ലാ ബുക്സിനും യൂസബിൾ ആയിട്ടുള്ള ബുക്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാത്രം വാങ്ങിച്ചു വെച്ച് പഠിച്ചാലും സാരമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രമാറ്റിക്കൽ കണ്ടന്റ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ MTSന്റെ ഈ ഒരു പിനാക്കിളിന്റെ ബുക്ക് വാങ്ങിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഒള്ളി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അതിന്റെ കാര്യം അവർ എഴുതാറുണ്ട്, വിത്ത് എക്സ്പ്ലനേഷൻ തന്നെയാണ് കൊടുക്കാറുള്ളത്. ബട്ട് സ്റ്റിൽ നീതു സിംഗിന്റെ ഗ്രാമാറ്റിക്കൽ പാർട്ട് നല്ലപോലെ അറിയുന്നവർ മാത്രമേ, അതായത് കറക്റ്റ് ഒരു മെത്തേഡിൽ അവരെന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താണ് പോകുന്നത്. അപ്പം അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പിന്നെ അത്യാവശ്യം അഡ്വാൻസ് ലെവലിലേക്ക് ഇംഗ്ലീഷ് എത്തിയവരാണെങ്കിൽ ഇങ്ങനെ നോക്കി പഠിക്കുന്നതിലും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെന്താണ് MCQ ആണ്, ചാപ്റ്റർ വൈസ് MCQ. ഇത്രയും നാൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 ബുക്സിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ബുക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ് അല്ലേ, ബുക്സ് നമുക്ക് ഏത് ബുക്സ് വേണോ കിട്ടും. പക്ഷേ ഒരു പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ടൈം ബുക്കുണ്ട് പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് പാറ്റേൺ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ വേണ്ടി ആരുണ്ട്, നമ്മൾ തന്നെ ഉണ്ടല്ലേ. SSC നമ്മുടെ ദിശ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്രാഷ് കോഴ്സ് പോലെ കൊടുക്കുന്നുണ്ട്. 3 months ടൈമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒക്ടോബർ നവംബറിലാണ് എക്സാം പറയുന്നത്. അപ്പോൾ 3 months ടൈം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് 5,999 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മുടെ ഡിസ്കൗണ്ടിൽ ഇപ്പോൾ എത്രയായിട്ട് കൊടുക്കുകയാണ്, ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് 2,999 മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണ് ഫുൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് SSC ഫൗണ്ടേഷൻ കോഴ്സ് കിട്ടും, അതുപോലെ തന്നെ ഡെയിലി റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കിട്ടുകയാണ് ചെയ്യുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്, ക്ലാസ് നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും ഷെയർ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിൽ ഈ ബുക്സ് വാങ്ങിച്ചു വെച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഒരു കറക്റ്റ് ഒരു വേയിൽ പഠിക്കാൻ അറിയില്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസോടെ പ്രോപ്പർ സ്ട്രാറ്റജി രീതിയിൽ ഇത്രയും എന്താണ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദിശയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറി ദിശ ഓൺലൈൻ ആപ്പ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അതിൽ പർച്ചേസ് നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി അടുത്തെന്താ, നമുക്കിനി അടുത്തറിയേണ്ടത് ജനറൽ അവയർനെസ്സിൻ്റെ ആണ്. ജനറൽ അവയർനെസ് GK. കാരണം നമ്മുടെ രണ്ടാമത്തെ മെയിൻ ഫോക്കസ് എവിടെയാണ്, ആദ്യത്തെ മെയിൻ ഫോക്കസ് ഇംഗ്ലീഷ് ആയിരുന്നു, അതിൻ്റെ ബുക്സ് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ GK ആണ്, ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് GK എന്ന് പറഞ്ഞ പോർഷൻ ഭയങ്കരമായിട്ട് വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്കും അറിയാവുന്നതാണ്, സ്റ്റാറ്റിക് GK ഉണ്ട്, കറണ്ട് അഫേഴ്സ് ഡെയിലി അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുള്ളതുകൊണ്ട് GK എന്താണ് നമുക്ക് കമ്പയർഡ് ടു ബാക്കി സബ്ജക്റ്റ് ക്രാക്ക് ചെയ്യാൻ കുറച്ച് പാടാണ് അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ്. കാരണം നമ്മൾ എത്ര പഠിച്ചാലും തീരില്ല, അഥവാ നമ്മൾ പഠിച്ചതിൽ നിന്നാണോ വന്നതെന്നറിയില്ല, അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി എന്ത് ചെയ്യുക, ഇത് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ബാക്കിയുള്ളവരെക്കാളും പഠിക്കുന്നു എന്നൊരു കാര്യമാണ് നോക്കേണ്ടത്. നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ആരെങ്കിലും പഠിപ്പിക്കാനില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സാം എടുക്കുമ്പോൾ പഠിക്കുന്നു, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ടൈമിൽ ഒരു 75% ആൾക്കാർ മാറി ഇരുന്ന് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഒരു ടൈം ടേബിളൊക്കെ ഉൾപ്പെടെ പഠിക്കുന്നവരാണ്. അപ്പം നമ്മൾ എത്ര ഉഴപ്പുന്നോ അത്രത്തോളം അവരെന്ത് ചെയ്യും, കയറി പോവുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ചാൻസ് അത്രത്തോളം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഹാർഡ് വർക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്നത്. അപ്പം നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കുക, ഈ ഒരു നിയോൺ ക്ലാസ്സസിൻ്റെ ഗോഡ് ഫാദർ കിങ് ഓഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഈ സംഭവം നിയോൺ പബ്ലിക്കേഷൻ നടത്തുന്നതാണ് കേട്ടോ, ഗോഡ് ഫാദറിൻ്റെ ബുക്സ്. ഇതിൻ്റെ അത്യാവശ്യം എല്ലാ സീരീസ് നിയോൺ ക്ലാസ്സസിൻ്റെ എല്ലാ സീരീസ് ബുക്സും നല്ലതാണ്, പക്ഷെ കുറച്ച് ഡെപ്താണ്. അതായത് ഇപ്പോൾ MTS പഠിക്കുന്ന ഒരാൾക്ക് അത്രയും പോകണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ CGL ലെവലിലൊക്കെ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. അതായത് നിങ്ങൾ അത്യാവശ്യം SSC CGL RRB NTPC അതുപോലെ തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന എല്ലാ എക്സാമും ഉണ്ടല്ലോ, നമ്മുടെ LP ആയാലും അതുപോലെ തന്നെ ഇപ്പം CHSL നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ബുക്കിനായാലും GK കവർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ബുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് തോന്നുന്നത് എന്താണ്, നിയോൺ ക്ലാസ്. കാരണം കംപ്ലീറ്റ് സ്റ്റാറ്റിക് GK പോർഷൻസ് കൃത്യമായിട്ട് തന്നെ വിത്ത് ടോപ്പിക്സ് എല്ലാ രീതിക്കും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും ടെക്സ്റ്റ് ബുക്സ് ആണ്, ഒരാൾ പ്രിന്റ് ചെയ്യുന്നതാണ്, അതിലെന്ത് വരാം,
കുറച്ച് നെഗറ്റീവ്സ് അല്ലെങ്കിൽ അതിപ്പോൾ എന്താ കുറച്ച് മിസ്റ്റേക്സ് വരാം. ബട്ട് സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു നിയോൺ ക്ലാസ്സസിൻ്റെ ഈ ഗോഡ് ഫാദർ ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ബുക്കാണ്. GK പഠിക്കാൻ വേണ്ടി കുറച്ചും കൂടെ നല്ലതാണ്. സ്റ്റാറ്റിക് GK ആണ് വരുന്നത്, കവർ ചെയ്യുന്നത്. സ്റ്റാറ്റിക് GKയിൽ നമുക്ക് എന്താണ് ഒരു ക്വിക്ക് റിവിഷൻ വേണമെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്സ് എന്താണോ വരുന്ന ടോപ്പിക്സ്. അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്ര ഒരുപാട് പേര് പറയുന്നുണ്ട്, പക്ഷെ ബ്രഹ്മാസ്ത്രയെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ്. ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ ഒരു ബുക്കും കൂടെ സ്റ്റാറ്റിക് GKക്ക് ഇറക്കാറുണ്ട്. PDF ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ബ്രഹ്മാസ്ത്ര. അപ്പോൾ അതും അത്യാവശ്യം നല്ല ബുക്ക് തന്നെയാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അത്യാവശ്യം ലെവലിൽ നിൽക്കുന്നത് ഗോഡ് ഫാദറിൻ്റെ ഈ ബുക്ക് തന്നെയാണ്. അപ്പോൾ ഇതെന്താണ് ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഇതെന്താണ് എല്ലാ എക്സാമിനും നല്ല ഒരു ബുക്കാണ്. GKക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ബുക്ക് തന്നെയാണ്. എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണിത് കേട്ടോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇതെന്താണ്, ഇത് ക്വസ്റ്റ്യൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് ഇങ്ങനെ ഓരോ പോയിന്റ് ബേസ് ആണ്. മ്യൂസീഷ്യൻസിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നു. അതായത് പഠിക്കാൻ കുറച്ച് ഇത് തോന്നും, എന്നാലും കുറച്ച് കണ്ടന്റ് ഡെപ്തിൽ ഉള്ളൊരു സാധനമാണിത്. പക്ഷെ ഇനി നിങ്ങൾക്ക് കുറച്ചൊന്ന് ഒരു സ്ലോ പേസിൽ പോയാൽ മതി, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഭയങ്കരമായിട്ട് ഇറങ്ങിച്ചെന്ന് പഠിക്കേണ്ട എന്നുള്ള ഒരു തിയററ്റിക്കൽ രീതിയിൽ പഠിച്ച് പോയാൽ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തരുൺ ഗോയലിൻ്റെ ബുക്സ് അത് നല്ല ബുക്സാണ് കേട്ടോ. തരുൺ ഗോയലിൻ്റെ ബുക്സും അത്യാവശ്യം നല്ല ബുക്സ് തന്നെയാണ്, നല്ല ബുക്സ് ആണ് കേട്ടോ. ജനറൽ നോളജ് 2024 എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമേ പറയുന്നുള്ളൂ. നിങ്ങൾ ബുക്സ് വാങ്ങിക്കുമ്പോൾ ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ലേറ്റസ്റ്റ് എഡിഷൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് 2024 ജനറൽ നോളജ് ആണ്. പുള്ളിയുടെ ബുക്ക് തരുൺ ഗോയലിൻ്റെ ബുക്ക്, തരുൺ ഗോയൽ. ഓക്കെ, തരുൺ ഗോയലിൻ്റെ ബുക്ക് അതെന്ന് പറഞ്ഞാൽ കണ്ടന്റ് ബാക്ക്ഡ് ആണ്. തിയറിയും ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലുമാണ്, കുഞ്ഞു ബുക്കുമാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവാൻ ചെയ്യുന്ന ഒരു രീതിക്കുള്ളതാണ്. അപ്പോൾ ഈ മൂന്നും ഓപ്ഷനബിൾ ആണ്. ഇതും ഏറ്റവും നല്ല ബുക്കാണ്. ഇത് രണ്ടും എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യം പഠിച്ചു വരാൻ നല്ല ഒരു രീതിക്ക് പഠിച്ചു വരാൻ വിത്ത് എന്താണ് MCQ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല ബുക്ക് തന്നെയാണ് ഇത് കേട്ടോ. ഇതിപ്പം പുതുതായിട്ട് ഇറങ്ങിയ ഒരു എഡിഷനാണ്. വിത്ത് 2025 ഇറങ്ങാൻ പോകുന്നുള്ള ഒരു രീതിയിലാണ്. കറണ്ട് അഫേഴ്സും ഉണ്ട് 2025 വരെയുള്ള. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ബുക്കായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കിക്കോളുക. അപ്പോൾ തരുൺ ഗോയലിൻ്റെ ബുക്കും അത്യാവശ്യം നല്ല ബുക്കാണ് കേട്ടോ. GKക്ക് ഫോക്കസ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല ബുക്ക് തന്നെയാണ് തരുൺ ഗോയലിൻ്റെ ബുക്ക്. പിന്നെ നമ്മൾ പണ്ടേ പറഞ്ഞു വരുന്ന ലൂസൻ്റെ ഒക്കെ ഉണ്ട്. ലൂസൻ്റെ ഒക്കെ ഇപ്പോൾ എന്താണ് കുറച്ചൊന്ന് തിയററ്റിക്കലി നല്ല എല്ലാ കണ്ടന്റും ഉണ്ട്, ബട്ട് സ്റ്റിൽ അപ്ഡേറ്റഡ് അല്ലാത്ത രീതിക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അരിഹന്തും അതുപോലെ തന്നെ ലൂസനും പറയാത്തത്. ഏകദേശം ഈ 3 ബുക്സ് തന്നെയാണ് ഇപ്പം അത്യാവശ്യം ലെവൽ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഒന്നി തരുൺ ഗോയലിൻ്റെ ബുക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ നിയോൺ വാങ്ങിക്കുക, അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്ര. ഏത് വേണോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത് അത് നോക്കി മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലാകുമ്പോൾ എല്ലാ കണ്ടന്റും ഉണ്ട്. ഇതിൽ ബേസിക് തൊട്ടേ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഏത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഇതെല്ലാം നല്ല ബുക്ക് തന്നെയാണ് കേട്ടോ. SSC MTSന് നല്ല ബുക്ക് തന്നെയാണ് ഇതൊക്കെ. ഓക്കെ, എല്ലാ എക്സാംസിനും GK ഫോക്കസ് ചെയ്തിട്ടുള്ള നല്ല ബുക്ക് തന്നെയാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക, GKയുടെ കാര്യം. ഇനി GK ഇത് പോരാ, അതായത് GKയുടെ കണ്ടന്റ് ഒന്നും നിങ്ങൾക്ക് അറിയണ്ട, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട എന്ന് തോന്നുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, MCQ ലെവലിലുള്ള ഒരു സ്റ്റഡി പാറ്റേൺ, അതായത് MCQ മതി, എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യാം? ബ്ലാക്ക് ബുക്കും സെലക്ട് ചെയ്യാം, പിനാക്കിളും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമല്ലോ ബ്ലാക്ക് ബുക്കും പിനാക്കിളും ഇങ്ങനെ ഭയങ്കര അപ്ഡേറ്റഡ് വേർഷനോടെ എല്ലാ MCQയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം എപ്പോഴും ഡിസ്കസ് ചെയ്ത് ഇറക്കുന്ന സാധനമാണ്. അപ്പോൾ ഒന്നീ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സാധനം ചെയ്യാം. ഒന്നീ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ മതിയെങ്കിൽ ഇതിലെന്താണ് ഓരോ ടോപ്പിക് വൈസ് ഉണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ, മിഷലേനിയസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിയോൺ പബ്ലിക്കേഷൻ എന്തിൻ്റെ ആയിരുന്നു? സ്റ്റാറ്റിക് GKയുടെ ആണ്. ഇതെന്താണ് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ സബ്ജക്റ്റും കൂടെ കവർ ചെയ്യുന്നുണ്ട്, എല്ലാ ചാപ്റ്റർ വൈസ് കവറിങ്ങും ഇവിടെയും നടക്കുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്? സ്റ്റാറ്റിക് GK ഉൾപ്പെടെയാണ് പിനാക്കിൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് GKയും ഉണ്ട്, പിന്നെ എല്ലാ സബ്ജക്ട്സുകളും ഉണ്ട്. ഹിസ്റ്ററി തൊട്ട് സോഷ്യൽ സയൻസും ഉണ്ട്, സയൻസ് സബ്ജക്റ്റുകളും ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ലെവലിൽ നിങ്ങൾക്ക് ഇത് കിട്ടാൻ ചാൻസ് ഈ 2 ബുക്സ് ആണ്. ഓക്കെ, അതായത് MCQ ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്താണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ 2 ബുക്സ് നിങ്ങൾക്ക് എന്താണ്, നല്ലതാണ്. ഓക്കെ, ഈ 2 ബുക്സ് ആണ് നല്ലത്. അല്ലെങ്കിൽ നിയോൺ പബ്ലിക്കേഷൻ്റെ, അതായത് ബേസ് തൊട്ടേ നിങ്ങൾ പഠിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിയോൺ പബ്ലിക്കേഷൻ്റെ എല്ലാ ബുക്കും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ CGL ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കണമെങ്കിൽ നിയോൺ പബ്ലിക്കേഷൻ്റെ തന്നെ കമ്പ്യൂട്ടറും ഉണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഒരു പ്രിഫറൻസ് ആണ്. നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് നിങ്ങളുടെ എമൗണ്ടും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബുക്ക്, എല്ലാ ബുക്കും നല്ലതാണ്, ഏതാണോ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് വാങ്ങി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിൽക്കരുത്. നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ്, നിങ്ങളുടെ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഫിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, വാശി പിടിക്കാതെ വാങ്ങിച്ച് പഠിക്കാൻ. ഓക്കെ ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റ് സാധനം GK അത്രയും കാര്യമാണ് പറയാനുള്ളത്. ഇനി എന്താ നമ്മുടെ മാത്സും റീസണിങ്ങും ആണ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അതിൽ വളരെ എന്താണ് നമുക്ക് കുറച്ച് സമയം എടുത്ത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മോക്കുകൾ ചെയ്ത് സെറ്റാക്കേണ്ട കാര്യമേ ഉള്ളൂ മാത്സും റീസണിങ്ങും. ബുക്കൊന്നും വാങ്ങിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ വീണ്ടും ഉള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ CGL പോലെയുള്ള എക്സാം, അല്ലെങ്കിൽ NTPC നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, അങ്ങനെ നിങ്ങൾ ഭാവിയിലേക്ക് ഇത് യൂസബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ബുക്കാണ്. ഇപ്പം നമ്മൾ നോർമലി ഇപ്പോൾ എന്താ MCQ മോഡലിലാണെങ്കിൽ പിനാക്കിൾ തന്നെയാണ് നല്ലത്. SSC റീസണിങ്ങും ഉണ്ട്, മാത്സിൻ്റെയും പിനാക്കിളിൻ്റെ 6th എഡീഷൻ തന്നെ വാങ്ങിക്കുക, അതായത് ലേറ്റസ്റ്റ് എഡീഷൻ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. എന്തുണ്ട്, പിനാക്കിളിൻ്റെ ബുക്സ് വാങ്ങിച്ച് പഠിക്കാൻ നോക്കുക. റീസണിങ്ങിനും മാത്സിനും മിസ്റ്റേക്കുകളുണ്ട്, അതും കൂടെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കാനായിട്ട്. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കിരണിൻ്റെ ബുക്കുകളും നല്ലതാണ് കേട്ടോ. കിരണിൻ്റെയും രാകേഷ് യാദവിൻ്റെ ബുക്കും നല്ലതാണ്. കിരൺ പബ്ലിക്കേഷൻ്റെ, ഓക്കെ, കിരൺ പബ്ലിക്കേഷൻ്റെ ബുക്കും എല്ലാം ഇംഗ്ലീഷ് മീഡിയം തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഹിന്ദിയൊന്നും മേടിച്ച് പണി ഉണ്ടാക്കി വെക്കരുത്. കിരൺ പബ്ലിക്കേഷൻ്റെ ആയാലും രാകേഷ് യാദവിൻ്റെ മാത്സും. ഓക്കെ, പുള്ളിക്കാരൻ പണ്ട് തൊട്ടേ ഉള്ള സംഭവമാണ്, വിത്ത് എക്സ്പ്ലനേഷനൊക്കെ തരുന്ന ബുക്കുണ്ട്. മാത്സ് പഠിക്കണമെങ്കിൽ എല്ലാ CGL ഉൾപ്പെടെ ഉള്ളവർക്ക് രാകേഷ് യാദവിൻ്റെ ബുക്ക് നല്ലതാണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഈ കിരൺ പബ്ലിക്കേഷൻ്റെ ആയാലും എല്ലാ ബുക്സും നല്ലതാണ് കേട്ടോ. കിരൺ പബ്ലിക്കേഷൻ്റെ കിരണും രാകേഷ് യാദവും കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് ബാക്കിയും കൂടെ നോക്കുന്നവരാണ്, ബാക്കി എക്സാമും കൂടെ നോക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ നല്ല ബുക്സും കൂടെ വാങ്ങിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. നിങ്ങൾ ഒരു വർഷമൊക്കെ എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ ഇതെന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് യൂസബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ലേറ്റസ്റ്റ് എഡീഷൻ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഇപ്പം രാകേഷ് യാദവിൻ്റെ 2023 ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതും കൂടെ ഇംഗ്ലീഷ് മീഡിയം തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക. കിരൺ പബ്ലിക്കേഷനും രാകേഷ് യാദവും അത്യാവശ്യം നല്ല ബുക്കാണ്, റീസണിങ് മാത്സ് എല്ലാത്തിനും വേണ്ടിയായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇത്രയും ബുക്സാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഈ ഓവറോൾ ഫോക്കസ് എന്ത് ചെയ്യുക, നന്നായിട്ട് കൊടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ഇതിലും നിങ്ങൾ എന്ത് ചെയ്യുക, തളരരുത്. കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും നിങ്ങൾ എഫേർട്ട് എത്രത്തോളം കൊടുക്കുമോ അത്രത്തോളം എഫേർട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്തായാലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് യൂസബിൾ ആവും. അത്രയും കരുതിയാൽ മതി. നിങ്ങൾ ഇപ്പോഴേ ഒരു പാഷൻ കീപ്പ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ മതി. വാക്കൻസീസ് കൂടും കുറയും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർഷം തന്നെ ജോലി കിട്ടണമെന്നുള്ള രീതിക്ക് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ ആരും ഒന്നും ടെൻഷനൊന്നും ആവേണ്ട. പിന്നെ MTSൻ്റെ യൂട്യൂബ് ക്ലാസ്സസ് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ആരും പേടിക്കേണ്ട, യൂട്യൂബിലൊക്കെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, നന്നായിട്ട് പഠിക്കുക, ഒരു നെഗറ്റീവ്സും തോന്നണ്ട. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലപോലെ തന്നെ പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.